നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ ഇത്. വെൽക്കം ബാക്ക് ടു അമേസിംഗ് പൈസയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ പെയ്ത കനത്ത മഴയിൽ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി. നമ്മുടെ വീടിൻ്റെ പടി വരെ വെള്ളം കയറി. അതുമാത്രമല്ല നമ്മുടെ കൊച്ചാപ്പാടെ വീട് ഫുള്ള് വെള്ളം കയറിയതാണ് അറിഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. ചെറിയൊരു വീഡിയോ ആയിരിക്കും, നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒരു രക്ഷയുമില്ലാത്ത മഴയാണ് ഗൈസ്. മഴ ഇതുവരെയും നിൽക്കാതെ പെയ്യുകയാണ്. കൊച്ചാപ്പാടെ വീട് അങ്ങനെ ഉണ്ട്, വെള്ളം കയറിയോ? വെള്ളം ഒരുപാട് കയറി. നല്ല വെള്ളമായി. നമ്മുടെ വീടിന്റെ മുൻഭാഗത്തെ ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കടയ്ക്ക് അകത്ത് വരെ വെള്ളം കയറി. ഏകദേശം ഒരു വർഷത്തിന് മുന്നെയാണ് ഇതേപോലെ നമ്മുടെ വീട്ടിൽ വെള്ളം കയറിയത്. ഇത് നമ്മുടെ വീടിന്റെ സൈഡും നമ്മുടെ വീടിന്റെ ബാക്ക് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ബാത്റൂമും എരുത്തിലും അതിൻ്റെയൊക്കെ പകുതിയോളം വെള്ളം കയറി. നമ്മുടെ വീടിന്റെ രണ്ടാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്. നമ്മുടെ വീടിന്റെ ഫ്രണ്ടും അതേ കണക്കെ തന്നെ മുൻവശത്തെ വയലും എല്ലാം വെള്ളം കൊണ്ട് നിറഞ്ഞൊരു പുഴ പോലെ ആയിട്ടുണ്ട്. വെള്ളം കയറിയാ ബാക്കിയെല്ലായിടത്തല്ലേ? ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേ. മഴ കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കടയ്ക്കകത്തെല്ലാം വെള്ളം കയറി. നമ്മുടെ വീടിന്റെ പടിവരെ മാത്രമേ വെള്ളം കയറിയിട്ടുള്ളൂ. നമ്മുടെ വീടിന്റെ ബാക്കിലത്തെ വീടുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മുടെ വീടിന്റെ മുൻഭാഗത്തെ റോഡും വയലും ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം അഷ്ടമുടിക്കായലിലേക്ക് ഒഴുകിപ്പോകേണ്ട വെള്ളമാണ്. ഒഴുകിപ്പോകാൻ നിർമ്മിച്ചിരിക്കുന്ന ഓടകളിലൊക്കെ വേസ്റ്റൊക്കെ കയറി അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും വെള്ളം പോകാനുള്ള കാരണം. നമ്മുടെ വീട് ഏകദേശം വെള്ളമായി. ഇനി നമ്മുടെ കൊച്ചാപ്പാടെ വീടിൻ്റെ അവസ്ഥ, കൊച്ചാപ്പാടെ വീട് തൊട്ട് ബാക്കിൽ തന്നെയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ നല്ല മഴ പെയ്താൽ വെള്ളം കയറും. നമുക്കതൊന്ന് നോക്കാം. അവിടെയൊക്കെ വെള്ളം കയറിയോ? കയറിയല്ലേ? പറ്റിക്കാൻ വയ്യാത്ത അവസ്ഥ കിടന്ന് വലയുന്നു. പരിക്കാൻ മൊത്തം വെള്ളം കയറി. ഇത് നമ്മുടെ കൊച്ചാപ്പാടെ വീടാണ്. വീടിനകത്ത് ഹാളിലും റൂമിലും അടുക്കളയിലും എല്ലാം വെള്ളം കയറി. ഇതിനേക്കാൾ ഭീകരമായ അവസ്ഥയാണ് ഇതിൻ്റെ ബാക്കിലുള്ള വീടുകളിലെല്ലാം. ചെറുതായിട്ടൊരു മഴ പെയ്താൽ തന്നെയും അല്ലെങ്കിൽ കുറച്ചധികം മഴ പെയ്താൽ തന്നെയും വീടുകളിലെല്ലാം വെള്ളം കയറും. നമ്മുടെ വീടും നമ്മുടെ കൊച്ചാപ്പാടെ വീടും എല്ലാം വെള്ളം കയറി. ഇതേപോലെ ആയിരിക്കും മുകളിലോട്ടുള്ള എല്ലാ വീടിൻ്റെ അവസ്ഥ. എല്ലാ വീടും പെര സഹിതം വെള്ളം കയറിയിട്ടുണ്ടാവും. വെള്ളം ഒഴുകിപ്പോകേണ്ട ഭാഗങ്ങളിലെ ഓടകളെല്ലാം വൃത്തിയാക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ വീടുകളിലൊന്നും വെള്ളം കയറില്ലായിരുന്നു. ഇവിടെ വെള്ളപ്പൊക്കോടാ പൊങ്ങിയ. മഴ വലിയ തോതിൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴയ്ക്ക് ഒരു ശമനവും ഇല്ല. നമ്മൾ താണ്ട നമ്മുടെ വീടിൻ്റെ അടുത്തെത്തി.
നമുക്ക് ഗേറ്റ് തുറന്നൊന്ന് നോക്കാം, നേരത്തെക്കാളും വെള്ളം പൊങ്ങിയില്ലെന്ന് നോക്കാം. കുറച്ചും കൂടി നമ്മളെ വീട്ടിൽ ഇതാട്ടാ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ഇനി ഈ അവസ്ഥ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീടിനകത്തേക്കും വെള്ളം കയറും. മഴ ചെറുതായൊന്ന് തോന്നപ്പോൾ നമ്മുടെ പയ്യന്മാരൊക്കെ താണ്ട ചെങ്ങാടം കെട്ടി വെള്ളത്തിലേക്ക് ഇറങ്ങി. ആദ്യത്തെ വെള്ളപ്പൊക്കമുണ്ട്. നോക്കിയോ, ക്യാമറക്കകത്ത് നോക്കിയോ. അവിടെയൊക്കെ വെള്ളമുണ്ടോ? ഇല്ല. നമ്മുടെ പാവൂർവയലിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ഇജാതി വൈബുള്ള പിള്ളേരാണ്. നമ്മുടെ ചെങ്ങാടം ഒന്നും കൂടി സെറ്റപ്പാക്കി നമ്മൾ താണ്ട വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. സൂപ്പർ. എനിക്ക് വായിക്കണ വീഡിയോ. കണ്ടച്ചറ കായലി വരാം. എല്ലാവർക്കും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.